ഇത് നമ്മൾ തന്നെ നാടൻ രീതിയിൽ ഒരു ചാളയും പിടിയുമുള്ള ഒരു കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാള ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഫ്രഷാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അരപ്പ് നമുക്ക് ഈ ചാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ചാള എന്നാണ് പറയുന്നത്, മത്തി എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാളയിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു, അതിലാവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുടപ്പുളി അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, ആ വെള്ളത്തെപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാം. 2 കഷ്ണം കുടപ്പുളി ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് അടുപ്പിലേക്ക് വെക്കുകയാണ്, സ്റ്റവ് കത്തിച്ചു. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കൂടുതലാണ് നമ്മൾ വെള്ളം വെച്ചത്. ഏകദേശം 1/2 കിലോ ചാളയാണ് തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെക്കണം, കാരണം നമുക്ക് ഇതിൽ പിടി ഇട്ടിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് തിളക്കട്ടെ, അപ്പോഴേക്ക് നമുക്ക് പിടി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചാള നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പലഞ്ഞീനും അതുപോലെ മുട്ടയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയിട്ട് വേവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ അരപ്പടിച്ച അതേ ജാറിലേക്ക് തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഗോതമ്പൊടിയിലേക്ക് ഇട്ടു. ഇനി കുറച്ച് ഉപ്പ് കൂടെ നമ്മുടെ പൊടിക്കുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം ഇത് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പലഞ്ഞി വേവിച്ചപ്പോൾ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി വേണം എടുക്കാനായിട്ട്. ഒന്ന് പിടിയെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരെണ്ണമായിട്ട്. അപ്പം നമ്മൾ പിടിയെല്ലാം ആയിട്ട് ഇല്ലേ കുറച്ച് മുളകിട്ട് കൊടുക്കുക. ഇതിപ്പോൾ കാന്താരി മുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. തണ്ടങ്ങനെ തന്നെ ഇതാണ്. ഇതിവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, അതുകൊണ്ട് വിഷമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ ഇതാണ്. നമ്മൾ ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ മൂടി തുറന്നു, നല്ല തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പിടിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഉണ്ടാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ച വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവാനായിട്ട് ഇങ്ങനെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി സ്പൂൺ വെച്ചൊന്നും നമ്മൾ മിക്സ് ചെയ്യരുത്. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചായിരുന്നു. അതാ തുറന്നപ്പോൾ കണ്ടോ, മുകളിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തിലേക്ക് പകർത്തുകയാണ് കേട്ടോ. നല്ല മഴയൊക്കെ കണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ല സ്വയം സാധനമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ പിടിയിൽ ഇതിൻ്റെ പലഞ്ഞിനൊക്കെ അരച്ച് ചേർത്തേക്കുന്ന കാരണം പിടിക്കും നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ നല്ല തന്നെ നാടൻ രീതിയിലുള്ള ചാളയും പിടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഏത് കാലാവസ്ഥയിലും നമുക്ക് കിട്ടുന്നൊരു മീനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.